കുറേ പേർക്കുണ്ട് സീരിയലിനെ എന്തോ തള്ളി പറയുമ്പോൾ അവർ ബുദ്ധിജീവിയാകും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കാം. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അല്ല. എന്നെ സംബന്ധിച്ച് സീരിയൽ ഒരു സീരിയലിൽ ഒരു 10-40 പേരുടെ ലൈവ്ലിഹുഡാണ്. അതൊരു ചില്ലറ കാര്യമല്ല. അതിനി എത്ര ആൾക്കാർ താത്തി പറഞ്ഞാലും സീരിയലിന് ലോജിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് ചോദിക്കുന്ന ഒരു വലിയൊരു നടൻ അദ്ദേഹം പറഞ്ഞ സീരിയലിൽ ലോജിക്കില്ല. ഡെഫിനറ്റ്ലി സീരിയലിൽ ലോജിക്കില്ലാത്ത എത്ര സിനിമകളുണ്ട്. അദ്ദേഹം എത്ര സിനിമകളാണ് ചെയ്തിട്ടുണ്ടെന്നറിയോ? ലോജിക് ഒന്നുമില്ല. നമ്മൾ ഏതെടുത്ത വന്ദനം, ലൈക്ക് അതിൽ ആ പൂളിൽ വീഴുന്ന സീന് അവിടെ ചെന്ന് ടോഫ് എടുക്കുന്നു. എവിടെയാണ് അത് അവിടെ എവിടെയാണ് ലോജിക്? എന്റർടൈൻമെന്റ് ആണ്. ഈ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ്. അതെ, അത്രേ ഉള്ളൂ. എന്റർടൈൻമെന്റ് ആയിട്ട് കാണണം. അതായത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ ഡെമോഗ്രഫിക്സിന് അത് ഇഷ്ടപ്പെടുന്നുണ്ട്, TRP നിലനിൽക്കുന്നുണ്ട്, ചാനൽ ഹാപ്പിയാണ്, പരസ്യക്കാര് ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ ഇത് എന്താ പറയുക, ഇത് ജഡ്ജ് ചെയ്യാൻ വരുന്ന ആൾക്കാർ മാത്രം ജഡ്ജ് ചെയ്യാൻ അവർ പോയി സിനിമ കാണണം. അതല്ലേ, അവിടെ വേറൊരു ഓപ്ഷൻ അവർക്കുണ്ടല്ലോ. ദെൻ വൈ ക്രിട്ടിസൈസിങ് സീരിയൽസ്? പക്ഷെ പേഴ്സണലി ഇപ്പൊ നമുക്ക് പോലും ഫീൽ ചെയ്യും എന്തിനാണ് അവർ ഇത്രയും ഇങ്ങനെ ചെറുതാക്കി കാണിക്കുന്നത്. കാരണം ഈ പറഞ്ഞ ടെലിഫിലിംസ് അല്ലെങ്കിൽ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് എല്ലാ വർഷം. പക്ഷെ അവർ മനഃപൂർവ്വം അതിനെ താഴ്ത്തി കെട്ടാൻ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ലൈക്ക് അവരെന്തോ ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വാട്ട് എവർ. നമ്മൾ ആ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതൊരു ക്രിയേറ്റീവ് ആക്ടിവിറ്റി എന്ന് ഞാൻ ഒരിക്കലും സീരിയലിനെ പറയത്തില്ല. പക്ഷേ ആ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയിൽ നിന്ന് എത്രയോ പേരുടെ കുടുംബം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിൽ പോസിറ്റീവായി കാണാം.